എന്താണ് ഈ വിഷ്വൽ ക്ലട്ടറിങ്? അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഒരു സ്ഥലത്ത് 2 സഹോദരിമാർ താമസിച്ചിരുന്നു. എ എന്നും ബി എന്നും പേരുള്ളവർ. ഇവർ രണ്ടുപേരും ആഴ്ചയിൽ ഒരു ദിവസം വീട് ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഒരാളുടെ വീട്ടിൽ എപ്പം ചെന്നാലും വീട് മെസ്സി ആയിട്ട് കിടക്കും. ബി എന്ന ആളുടെ വീട്ടിൽ എപ്പം ചെന്നാലും വീട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. അതെന്തുകൊണ്ടാണിത്? രണ്ടുപേരും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതാണ് വിഷ്വൽ ക്ലട്ടറിങ്. ഇവരുടെ എ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലുള്ളത് വിഷ്വൽ ക്ലട്ടറിങ്ങും മറ്റേ സഹോദരിയുടെ വീട്ടിൽ ഇല്ലാത്തതും അതാണ്. അപ്പോൾ എന്താണ് വിഷ്വൽ ക്ലട്ടറിംഗ് എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ജാപ്പനീസ് വീടുകളിൽ ചെല്ലുമ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്ന അവരുടെ വൃത്തിയേക്കാൾ കൂടുതൽ അവരുടെ വീടുകളിലെ ശാന്തതയാണ്. നമ്മൾ വീടുകളല്ലേ എപ്പോഴാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത്? അത് വൃത്തികേടായെന്ന് കാണുമ്പോൾ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനൊരു ഡേ ഫിക്സ് ചെയ്യും. ബട്ട് ജാപ്പനീസ് വീടുകളിൽ അങ്ങനെയല്ല. അവർ വൃത്തികേടാവാൻ അനുവദിക്കുകയേ ചെയ്യത്തില്ല. ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഡേ ഒരു വലിയ തലവേദനയായിട്ട് അവർക്ക് മാറാറില്ല. അവരതിനു വേണ്ടി സമയം കളയാറുമില്ല. കാണുന്നതിൻ്റെ ബാക്കി ചെയ്യുക എന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, അത് തന്നെ കാര്യം. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ TV റിമോട്ട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് 3 പ്ലേസ് വരും. ഒന്നീ സോഫയുടെ മുകളിൽ, അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ബെഡ്റൂമിൽ. ശരിക്കും അത് ഇരിക്കേണ്ട പ്ലേസിൽ തന്നെയാണോ അതിരിക്കുന്നത്? ചിലപ്പോൾ എന്തുമാത്രം സമയമാണ് ഇത് നോക്കി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഈ റൂമിലോട്ടൊന്ന് നോക്കുക. മുമ്പേ ആദ്യം കണ്ട ആ ക്ലീൻ റൂം തന്നെയാണ് ഇപ്പോഴും ഇത്. ഇതിൻ്റെ തറയിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇരിക്കേണ്ട സാധനങ്ങൾ ഇരിക്കുന്ന പൊസിഷനിലല്ല ഇരിക്കുന്നതെന്ന് മാത്രം. അത്ര മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഈ റൂം അങ്ങ് മെസ്സി ആയ പോലെ തോന്നില്ലേ? ഇതിനെയാണ് വിഷ്വൽ ക്ലട്ടറിംഗ് എന്ന് പറയുന്നത്. ഓരോ സാധനവും അതിനിരിക്കേണ്ടതായ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിൽ തന്നെ അതിനെ തിരിച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അത് ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ അത് ഇരുന്നാൽ നമുക്ക് വിഷ്വൽ ക്ലട്ടറിംഗ് ഉണ്ടാകുകയുമില്ല. ക്ലീനിങ് ഒരു വലിയ തലവേദനയായി നമുക്ക് തോന്നുകയുമില്ല. ഒരു ചെയറിൽ ഒരു ടവൽ കിടക്കുന്നു, ഒരു കപ്പ് മേശമേലിരിക്കുന്നു, ഒരു ബുക്ക് സ്ഥാനം മാറി കിടക്കുന്നു, ഒക്കെ ചെറിയ കാര്യമാണ്. പക്ഷേ എല്ലാം കൂടി വരുമ്പോൾ അത് വിഷ്വൽ ക്ലട്ടറായി മാറും. അത് നമ്മുടെ സമാധാനം കളയും. ആ വലിച്ചു വാരിയിട്ടുന്ന സാധനങ്ങളെല്ലാം യഥാസ്ഥാനത്ത് വെച്ചപ്പോൾ ആ റൂം എങ്ങനെയായെന്ന് നിങ്ങൾ നോക്കൂ. വെറും 2 മിനിറ്റ് ആണ് ഈ റൂം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എടുത്തത്. എല്ലാ തവണയും എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഓടിപ്പായേണ്ട കാര്യമുണ്ടോ? ക്ലീനിങ് ഡേ എന്നൊരു ഡേ ഉണ്ടായിരിക്കാം. ബട്ട് അന്ന് നമുക്കൊന്ന് പുറത്ത് പോകേണ്ടി വരികയോ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരികയോ, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ടയേർഡ് ആയിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയിലായിരിക്കും നമ്മുടെ വീട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഓരോ പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ഉപയോഗവും അത് വെക്കാനുള്ള സ്ഥലവും നമ്മുടെ മനസ്സിൽ കാണണം. അല്ലെങ്കിൽ അതിനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ അഡ്രസ്സിൽ തന്നെ അതിനെ റീപ്ലേസ് ചെയ്യുകയും വേണം. വീട് എന്ന് പറയുന്നത് നമ്മൾ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസത്തെ എല്ലാ ടെൻഷൻസും കഴിഞ്ഞ് നമ്മൾ ഓടി വന്ന് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണതല്ലേ. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വസ്ഥത കളയുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയാലോ? ഇപ്പോൾ നോക്കൂ, ഈ ബെഡ്റൂം തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ടും ഒരേ ബെഡ്റൂമാണ്, രണ്ടും ഒരേ സ്ഥലമാണ്. പക്ഷേ അത് നമ്മൾ വന്ന് കയറുമ്പോൾ നൽകുന്ന ഒരു സ്വസ്ഥത വലുതാണ്. അലങ്കോലമായി കിടക്കുന്ന അല്ലെങ്കിൽ അടുക്കി പറക്കാത്ത ഒരു വീട് എപ്പോഴും നമ്മുടെ സ്വസ്ഥത കളയും. അതുമാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നതിനുള്ള കഴിവും കുറഞ്ഞിരിക്കും. നമ്മൾ എടുക്കുന്ന ചെറിയൊരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചെയ്യുന്ന ചെറിയൊരു ആക്ഷൻ നാളത്തെ നമ്മുടെ വലിയ പണി കുറച്ച് തരുമെങ്കിൽ അത് നല്ലതല്ലേ? ഈ വിഷ്വൽ ക്ലട്ടറിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇത് എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാ സാധനങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായൊരു പ്ലേസ് ഉണ്ടായിരിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. ഇനി ചില കാര്യങ്ങൾ മിസലേനിയസ് ആയിട്ട് കിടക്കത്തില്ലേ? ചിലപ്പോൾ നമുക്ക് ഒരു സാധനത്തിന് ഒരു സ്ഥലം പ്രത്യേകിച്ച് കൽപ്പിച്ച് കൊടുക്കാതിരിക്കാൻ വരിക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ടോയ്സ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി പോകുമ്പോൾ കുറേ സാധനങ്ങൾ മെസ്സിയായിട്ടിരിക്കുന്ന കാണുമ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് നമുക്ക് തോന്നിയാൽ പെട്ടെന്ന് ഇടാൻ ഒരു ബോക്സ് ഉണ്ടായിരിക്കണം. അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ബോക്സ് നമ്മൾ വെക്കുക. എന്നിട്ട് അത് അറേഞ്ച് ചെയ്ത് ഒരു മേശയുടെ ഒരു കോണിൽ വെക്കാൻ അത് വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. നമ്മൾ ചെയ്യുന്നത് എന്തായാലും അത് നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ഇപ്പോഴേ നമ്മൾ അവരുടെ ചെറിയ ടോയ്സ് ഒക്കെ കളിച്ച ശേഷം ബോക്സിൽ കൊണ്ടിടുക, അത് അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുവെക്കുക. ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവരുടെ പുറകെ നടന്ന് അവർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നും പറഞ്ഞ് നമുക്കുള്ള തലവേദന നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി മിക്കവാറും ഉള്ള വീടുകളിലെ ഒരു പ്രശ്നമാണ് ഈ ഇലക്ട്രിക് കേബിൾസ്. ഇതെല്ലാം കൂടെ ചുരുണ്ടുകൂടി മെസ്സിയായിട്ട് ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ വരാറില്ലേ? ഇതിനു വേണ്ടി ഓരോ ഇലക്ട്രോണിക് അപ്ലയൻസിൻ്റെയും ഓരോ കോഡ് വെയറും നമ്മൾ ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ള ഒരു വൃത്തികേടുമില്ല. അതുപോലെ തന്നെ ഒരു സാധനം നമ്മൾ ചിലപ്പോൾ കുത്താൻ നോക്കുമ്പോഴായിരിക്കും മിട്ടുമൊയലിന് വഴി കാണിക്കുന്ന പോലെ പല ഇലക്ട്രിക്കൽ കേബിൾസ് കൂടി മെസ്സിയായിട്ട് കിടക്കുന്നു. ഇങ്ങനെ അത് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സമയലാഭമാണല്ലോ ഉണ്ടാകുന്നത്. വിഷ്വൽ ക്ലട്ടർ എന്ന് പറയുന്നത് വളരെ ചെറിയ ശീലക്കേടുകളാണ്. പക്ഷേ അത് നമ്മുടെ മനസ്സമാധാനം കളയുന്ന കാര്യമായാലോ? ഇതൊരു വൃത്തിയാക്കലിൻ്റെ മാത്രം കാര്യമല്ല, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ശാരീരിക മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യമാണ്.
ചെറിയ കാര്യങ്ങൾ നമുക്ക് മാറ്റം കൊണ്ടുവന്ന് ഒരു വലിയ മാറ്റത്തിലേക്ക് നടന്നെടുത്താലോ? ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണല്ലേ എന്ന് നമുക്ക് തോന്നാം. അല്ലെങ്കിലും വസ്തുക്കൾ കുന്നുകൂടുന്നത് ഒരു ദിവസം കൊണ്ടോ വീട് വൃത്തികേടാവുന്നത് 1-2 ദിവസം കൊണ്ടോ സംഭവിക്കുന്നതല്ല. അത് നമ്മുടെ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മളെ വലിയ പണികളിലേക്ക് തള്ളിവിടുന്നതാണ്. നമ്മൾ എപ്പോഴും സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടമാകട്ടെ നമ്മുടെ എല്ലാവരുടെയും വീട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ കൂടുതൽ ഉപകാരപ്പെട്ടു എന്നറിയുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.